നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദാനിയേൽ എന്ന് എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബെൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഞാൻ ഒരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീ തീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിനു മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്തു വമ്പ് കാട്ടിപ്പോന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടെ കടന്നു വന്നു. ആ കോലാട്ടുകൊറ്റൻ കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പ് ഉണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞു ചെന്ന് അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് കുത്തിച്ചു, അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് 2ഉം തകർത്ത് കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെ ഇരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റൻ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിനു നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടും, കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിന് അവൻ എന്നോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ ദാനിയേൽ എന്ന് ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ദാനിയേലേ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായി നദീതീരത്ത് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടു, സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. ബെൽശസ്സറിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേലിലെ ശൂഷൻ രാജധാനിയിൽ വെച്ച് ദാനിയേലിനുണ്ടായ 2ാമത്തെ ദർശനമാണ് ഈ അധ്യായത്തിലെ വിഷയം. 2 വലിയ കൊമ്പുകളിൽ ഒന്ന് വളരെ വലുതായ ഒരു ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചുകൊണ്ട് ഊലായി നദീതീരത്ത് നിൽക്കുന്നു. പടിഞ്ഞാറ് നിന്നും 3 കൊമ്പുള്ള മറ്റൊരു ആട്ടുകൊറ്റൻ വന്ന് 2 കൊമ്പുള്ള ആട്ടുകൊറ്റനെ ഇടിച്ച് തകർത്ത് ഏറ്റവും ശക്തി പ്രാപിച്ചു. അത് വിശുദ്ധ മന്ദിരത്തെയും ഇടിച്ചു കളഞ്ഞു. ഈ ഉപദ്രവം എത്ര കാലം ഉണ്ടാകും എന്ന് ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് ചോദിക്കുന്നത് ദാനിയേൽ കേട്ടു. 2300 സന്ധ്യയും ഉഷസ്സും കഴിയുമ്പോൾ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്ന് ദാനിയേലിനോട് ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഗബ്രിയേലിനെ കണ്ട് ദാനിയേൽ ബോധം കെട്ടു വീണു. ഗബ്രിയേൽ തൊട്ട്
എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരാണ്, പരുപരുത്ത പോരാട്ടുകൊറ്റൻ യവന രാജാവാണ്. ആ വംശത്തിൽ 4 രാജാക്കന്മാർ ഭരിക്കും. എന്നാൽ ഭയബുദ്ധിയും ഉഗ്രഭാവവുമുള്ള ഒരു രാജാവ് എഴുന്നേറ്റ് വിശുദ്ധ ജനത്തെ നശിപ്പിക്കും. കർത്താവ് അവനെ തകർക്കുവാനായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന യുദ്ധങ്ങളും അതുപോലെ അതിന്റെ അന്ത്യത്തിൽ ദൈവപുത്രൻ മടങ്ങി വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് അത് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാകണം എന്നില്ല. എന്നാൽ ലോക ചരിത്രത്തോട് ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നവർക്ക് അത് വളരെ കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാനുള്ളതും തീർച്ചയായിട്ടും കൃത്യമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നമുക്ക് നോക്കി പാർക്കാം. യേശുവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം, ആളുകളെ ഒരുക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.